ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നെറ്റിപ്പട്ടത്തിൻ്റെ ഫൈനൽ പാർട്ടാണ് കേട്ടോ. കുഞ്ചലം കെട്ടാൻ വേണ്ടിയിട്ട് പോവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ അരങ്ങ് ചെയ്തിട്ടുള്ള സെയിം കളർ ത്രെഡ്സ് തന്നെയാണ് കേട്ടോ കുഞ്ചലത്തിലോട്ടും എടുത്തേക്കുന്നത്. പിന്നെ കുഞ്ചലം കെട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ എന്തെങ്കിലും ബുക്കോ കാർഡ്ബോർഡോ അതും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. അരങ്ങ് കെട്ടിയതുപോലെ തന്നെയാണ് നമ്മൾ കുഞ്ചലത്തേക്കുള്ള ത്രെഡും കെട്ടിയെടുക്കുന്നത്. അരങ്ങിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ നീളം വേണ്ടതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ കുറച്ചുകൂടെ വലിയ കാർഡ്ബോർഡിൻ്റെ പീസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബുക്കോ ഡയറിയോ അങ്ങനെ എന്തെങ്കിലും കുഞ്ചലം കെട്ടാൻ വേണ്ടി എടുത്തേക്കുന്നത്. നെറ്റിപ്പട്ടത്തിൻ്റെ സെൻറ്ററിൽ കൊടുത്തിട്ടുള്ള സെയിം കളറിലുള്ള ഒരു ത്രെഡ് നമ്മൾ നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ നടുക്കിലോട്ട് നമ്മൾ കെട്ടി വെച്ചിട്ടുള്ള കുഞ്ചലത്തിലോട്ടുള്ള ത്രെഡ്സും കൂടി ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക കേട്ടോ. ഓൾട്ടർനേറ്റീവായിട്ട് ഇങ്ങനെ ഓരോ കളേഴ്സ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഈ കാണിക്കുന്നത് പോലെ ഒന്ന് കൂട്ടിക്കെട്ടുക. ആ നീളത്തിലുള്ള കയറ് രണ്ടും കൂടെ ഒന്ന് കൂട്ടിക്കെട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുഞ്ചലത്തിലേക്കുള്ള ത്രെഡ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അത് ഊരി പോരാതെ 2-3 കെട്ട് നന്നായിട്ടൊന്ന് മുറുക്കി കെട്ടി കൊടുക്കണം. ഇനി നമ്മൾ നീളത്തിലുള്ള കയറ് കുഞ്ചലത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് വലിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇനി ബാക്കി നീണ്ടു നിൽക്കുന്ന എക്സ്ട്രാ ത്രെഡ് നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുഞ്ചലം. എന്നിട്ട് ആ കയറ് നമുക്ക് ഇതേപോലെ ഒന്ന് ഊരാത്ത വിധത്തിൽ ഒന്ന് കെട്ടിക്കൊടുക്കുക കേട്ടോ. ഊർന്നു പോവില്ല. കുഞ്ചലത്തിൻ്റെ ആ ഹോൾസ് കുറച്ചധികം വലുതാണ്. അതുകൊണ്ട് കുഞ്ചലം മുകളിലോട്ട് കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുഞ്ചലത്തിൻ്റെ അടിയിൽ ഇതേപോലെ ഒന്ന് പശ തേച്ചിട്ട് അത് നമ്മുടെ വൂളൻ ത്രെഡ്സിലോട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് ഇതേപോലെ റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കുഞ്ചലത്തിൻ്റെ അടിയിലോട്ട് ഈ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് നമ്മൾ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ചെറിയ കാർഡ്ബോർഡിൻ്റെ പീസ് മതി. കാർഡ്ബോർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അടപ്പോ അങ്ങനെ എന്തെങ്കിലും മതി കേട്ടോ നമുക്കിതിൻ്റെ അടിയിൽ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കുഞ്ചലം നന്നായിട്ട് വിടർന്നിരിക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പീസ് നമ്മൾ അടിയിലോട്ട് ഒട്ടിച്ചെടുക്കുന്നത്. ഇനി അടുത്തത് ഞാൻ അരങ്ങ് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പശ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആ ത്രെഡ്സ് പതുക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി അരങ്ങ് കെട്ടിയതിന് ശേഷം അതിനോട് നമ്മൾ കുഞ്ചലം ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ കുഞ്ചലത്തിൻ്റെ എക്സ്ട്രാ നീണ്ടിട്ടുള്ള ആ നൂലുണ്ടല്ലോ, ആ നൂല് നമ്മൾ അരങ്ങിൻ്റെ അടിയിൽ കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ മുകളിലോട്ട്. അപ്പോൾ അരങ്ങിൻ്റെ സെൻറ്ററിൽ വരുന്ന ഏത് കളറാണോ അത് തന്നെ ആയിരിക്കണം നമ്മുടെ കുഞ്ചലത്തിൻ്റെ കെട്ടുന്ന ആ നൂലും. അല്ലെങ്കിൽ അത് വേറെ വേറെ കളേഴ്സ് ആകുമ്പോൾ അത് എടുത്ത് കാണിക്കും. അപ്പോൾ അത് ഭയങ്കര ബോറായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ അരങ്ങിൻ്റെ സെൻറ്ററിൽ വരുന്ന ഏത് കളറാണോ ആ സെയിം കളർ തന്നെ നമ്മുടെ കുഞ്ചലം കെട്ടാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതായത് ഉള്ളിൽ കൂടെ എടുത്തിട്ട് ഞാൻ കെട്ട് കുടുക്കാക്കിയിട്ട് കുറച്ചധികം കെട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് പശ വെച്ചിട്ട് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ബാക്കി എക്സ്ട്രാ വരുന്ന നൂല് നമുക്ക് കട്ട് ചെയ്തിട്ട് കളയാം കേട്ടോ.
ഇനി അരങ്ങിൻ്റെ ആ നൂലുണ്ടല്ലോ അത് നമ്മൾ ചേർത്ത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ദേ പശ തേച്ചിട്ട് ജസ്റ്റ് ആ അരങ്ങിൻ്റെ നൂല് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇനി നമ്മൾ ഹാങ് ചെയ്യുന്ന പോർഷനാണ് കേട്ടോ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് ആക്ച്വലി ഒട്ടിക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ ഒരു വീഡിയോ മാത്രം എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് അതെങ്ങനെയാണ്. നീളത്തിലൊരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് റെഡ് വെൽവെറ്റ് ക്ലോത്തും കൂടെ എടുത്തിട്ട് ഒന്ന് റാപ്പ് ചെയ്ത് എടുക്കണം കേട്ടോ. കുറച്ചിങ്ങനെ വെച്ചിട്ട് നമ്മൾ ബാക്കി ക്യാൻവാസ് പ്ലസ് ഗോൾഡൻ കളർ ക്ലോത്ത് വരുന്ന ഏരിയ അതിൻ്റെ മുകളിലോട്ട് മടക്കി വെച്ചിട്ട് അത് പശ തേച്ചിട്ട് ഒട്ടിക്കുക. എന്നിട്ട് ബാക്കി റെഡ് വെൽവെറ്റ് ക്ലോത്ത് ഇതേപോലെ ഒന്ന് അതിന് ഫുള്ളൊന്ന് നമ്മൾ റാപ്പ് ചെയ്തിട്ട് പശ തേച്ചിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. കാർഡ്ബോർഡ് ഫുള്ള് നമ്മൾ ഒട്ടിച്ചതിന് ശേഷം ഞാനൊരു ഗോൾഡൻ കളർ റിബൺ താഴെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നിട്ടിപ്പോൾ ഞാൻ ഹോൾസാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മുടെ നെറ്റിപ്പട്ട ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട്. പഞ്ചിങ് മെഷീൻ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്താലും മതി കേട്ടോ. ഞാനിപ്പോൾ കത്രിക വെച്ചിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അരങ്ങ് കെട്ടിയിട്ടുള്ള ആ കയർ തന്നെ കേട്ടോ, അത് ഞാൻ കത്രിക വെച്ചിട്ട് ആ ഹോൾസിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് അപ്പുറത്തു കൂടെ വരണം, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 ഹോൾസിലൂടെയും കൂടെ ഞാനത് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേ മുകളിലും കൂടെ ഞാൻ പശ തേച്ചിട്ട് നമ്മുടെ ഗോൾഡൻ കളറിലുള്ള റിബണൊന്ന് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നീളത്തിൽ. ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ആ കയറില്ലേ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ആ കയറ് അതങ്ങ് ഹൈഡായിട്ട് പൊക്കോളൂ കേട്ടോ, അത് അതിൻ്റെ അടിയിലോട്ട് പൊക്കോളും. ഇനി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ബീഡ്സൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം, ചെയ്തിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതേ കുഞ്ഞ് ഫ്ലവറിൻ്റെ ഷേപ്പിലുള്ള കുറച്ച് ബീഡ്സ് എൻ്റെ കയ്യിലിരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അത് ഞാനൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ നെറ്റിപ്പട്ടം ഫുൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഞാൻ. ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പം ഈ ഒരു വീഡിയോ പാർട്ട് 1 പാർട്ട് 2 ഒക്കെ ആയിട്ട് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് നമ്മുടെ നെറ്റിപ്പട്ട മേക്കിംഗ്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി ഒരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.